ഈ റമ്മിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കും. 2 ടണ്ണ് മഷ്റൂമെങ്കിലും പറക്കി വരും. നമ്മളിപ്പോൾ കൂണ് കൃഷി ചെയ്യുന്ന ഒരു ഗുഹയിലേക്കാണ് പോകുന്നത്. ഗുഹ എന്ന് പറയുന്നത് ഇത് ശരിക്കും മണ്ണടിയിൽ തന്നെയാണ്. അവിടേക്ക് കയറാൻ അല്പം തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ കാണുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇവിടുന്ന് കല്ല് വെട്ടിയാണ് ഇവിടുത്തെ പാർലമെൻറ്റ് പണിതിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന കല്ലുകൊണ്ടാണ് ഇവിടുത്തെ പാർലമെൻറ്റ് പണിതിരിക്കുന്നത്. ആ വെട്ടിയിരിക്കുന്ന ഭൂമിക്ക് അടിയിലുള്ള സ്ഥലത്താണ് ഇവർ ഈ മഷ്റൂം കൂണ് കൃഷി ചെയ്യുന്നത്. ഈ കൂണ് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കൂണിന് പലതരത്തിലുള്ള ടെമ്പറേച്ചർ ആവശ്യമാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കൂണുണ്ടാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചൂടാക്കുകയാണ്. ഈ സമയത്ത് തണുപ്പാണ്. ഇതിപ്പോൾ ഒരു ഗുഹയാണല്ലോ, അപ്പോൾ ഇതിനകത്ത് തണുപ്പാണുള്ളത്. അതുകൊണ്ട് 17-18 ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചൂടാക്കി കൊണ്ടിരിക്കുക. കൂണ് കൃഷി ചെയ്യാനായിട്ടുള്ള ചാക്കിൽ വരുന്ന അതിൻ്റെ മിശ്രിതമാണ്. കൂണിൻ്റെ വിത്തും പിന്നെ ചില മണ്ണുകളൊക്കെ കൂട്ടി ഈ മിശ്രിതം വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്നും വന്ന ഈ മിശ്രിതം സത്യത്തിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊറോണ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ കൊറോണ എന്ന് നമ്മൾ പറയുമ്പോൾ ഹംഗേറിയനിൽ അതിൻ്റെ അർത്ഥം ക്രൗൺ എന്നാണ്, കിരീടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ചാക്കിൽ ഇരിക്കുന്നത് ശരിക്കും ഒന്ന് ഇളക്കി, ചാക്കി തന്നെ ഇളക്കി ഇതുപോലെ ആക്കും. ഈ ചാക്ക് ഇപ്പോൾ ചെയ്യുന്ന പോലെ സ്റ്റാപ്ലറും കൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ച് ഇതുപോലെ ആക്കിയിട്ട് എടുത്തു വെക്കും. അതിൻ്റെ മീതെ കൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള മഡാണ്, അത് കുഴിച്ചെടുക്കുന്നതാണ് ഇവിടെ ഒരു സ്ഥലത്ത്. പിന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് അതുപോലെ വച്ചിരിക്കുന്നതാണ്. ഇതിനകത്തേക്കൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മുളകൾ വരുന്നുണ്ട്. 3 ആഴ്ചത്തേക്ക് നമ്മൾ ഇതുപോലെ വച്ച് ചെയ്യുമ്പോൾ 3-ാമത്തെ ആഴ്ചയിൽ റെഡിയാവും നമ്മളെ കൂണ്. 21 ദിവസമാണ് അതിന് വേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കൂണ് പതുക്കെ വരുന്നുണ്ട്, പൊങ്ങി വരുന്നുണ്ട്. ഒത്തിരി ഉണ്ട്, നിറയെ. അവർ പറയുന്നത് മിക്സേലിയം എന്ന് പറയുന്ന ഒരു കെമിക്കലായിരിക്കും. ആ കെമിക്കലിൻ്റെ ഫങ്ഷനോട് കൂടിയിട്ടാണ് കൂണുണ്ടാവുന്നത്. ഈ പുറത്തുള്ള ടെമ്പറേച്ചറും ഈ മണ്ണിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് 3 ഡിഗ്രിയെങ്കിലും വ്യത്യാസം വേണമെന്ന് പറയാം. അപ്പോഴാണ് ഇപ്പോൾ ഈ കാണുന്ന വെളുത്ത രീതിയിലുള്ള ഒരു പാട ഇങ്ങനെ ഫോം ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഈ ചെറിയ മുളകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നിറയും എന്ന് പറയാം. കംപ്ലീറ്റ് ഇങ്ങനെ ഒരു കൂട പോലെ ഇരിക്കും, വെളുത്ത് അത്രയ്ക്ക് നിറഞ്ഞിരിക്കും. ഇതിനകത്ത് 2 രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതുപോലത്തെ കൂണുണ്ടാക്കാൻ സാധിക്കും. ചെറിയ കൂണുകൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് തണുപ്പിക്കുക. അപ്പോൾ ഒത്തിരി ചെറുതായിട്ട് പെട്ടെന്ന് വളർന്നു വരും. അതോ വലുത് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ അത്രയും തണുപ്പിക്കരുത്. അപ്പോൾ വലിയ കൂണുകൾ നമുക്ക് കിട്ടും. നമ്മൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നമ്മുടെ മഷ്റൂം ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മഷ്റൂം ഉണ്ടാവും. ഒരുപാട് വാട്ടർ നമുക്ക് ആവശ്യമാണ്. നന്നായിട്ട് നമ്മൾ വാട്ടർ ഉപയോഗിക്കണം, എന്നാലാണ് കൂടുതൽ മഷ്റൂം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതുപോലെ മഷ്റൂം കൃഷി ചെയ്യുന്നത്. പുള്ളി വീട്ടിൽ ഒരു ഫാമിലി കളിച്ചു കഴിഞ്ഞാൽ വലിയ ഭയങ്കര കമ്പനി പോലെയൊന്നുമല്ല ഫാമിലി ചെയ്യുന്ന. പക്ഷേ ഇത് ഒത്തിരി ഉണ്ട്. ഇതുപോലത്തെ 3-4 സ്ഥലങ്ങളിൽ റോബി ഇതുപോലെ കൃഷി ചെയ്യുന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരികയാണെങ്കിൽ ഇത് മുഴുവൻ വെളുത്തിരിക്കും, മഞ്ഞ് പെയ്ത പോലെ ഇരിക്കും, കംപ്ലീറ്റ് മഷ്റൂമായിരിക്കും. ആ സമയത്ത് 2 ടണ്ണ് മഷ്റൂമെങ്കിലും പറക്കി വരും 5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ. മഷ്റൂമിന് കറി നമ്മൾ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എന്ത് രീതിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആയിട്ടുള്ള സ്പൈസുകളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കാം. പക്ഷെ കൂടുതൽ വേവിക്കത്തില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെ. കാരണം ഇവിടെ ആരും തന്നെ വളരെ ചുരുക്കത്തിലാണ് എരിവ് കൂട്ടാറുള്ളൂ. പിന്നെ കൂടുതൽ സ്പൈസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇത്തരമുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്.
പക്ഷെ നല്ല ടേസ്റ്റിയാണ്. മഷ്റൂം കറിയുടെ അവസാന സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒഴിക്കുന്നത് ശരിക്കും കേടാണ്, ഒരല്പം കേട്. മല്ലിയില ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇടും. അതോട് കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള മഷ്റൂം കൂണ് കറി റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മഷ്റൂം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. വെള്ളം ചൂടാക്കുക. വെള്ളം ചൂടാക്കിയതിലേക്ക് ഒരല്പം നാരങ്ങ നീരാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. നാരങ്ങ നീര്, അത് പിന്നെ വനീലിയ ഷുഗർ നമ്മൾ അല്പം ഇടുന്നുണ്ട്. ഒരല്പം നാച്ചുറൽ ഷുഗർ. നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഇടണം. അതിനകത്തേക്കാണ് നമ്മൾ ഈ മഷ്റൂമുകൾ ഇടുന്നത്. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഈ മഷ്റൂം ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വേവിക്കും. ചോക്ലേറ്റ് ഉരുക്കുകയാണ്. അത് ആവിയിലാണ് ഈ ചോക്ലേറ്റ് ഉരുകുന്നത്. റെഡിയായി. ഒന്ന് ഊറ്റിയെടുക്കുക. ഇനി അതൊന്ന് പതുക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കും, വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട്. മഷ്റൂം നമ്മൾ ഇതുപോലെ ഈ റമ്മിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കും. ഒരല്പം റമ്മാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുപ്പിയിലുള്ള ഒരല്പം റം, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ആ ചെറിയുടെ ഉള്ളിലേക്ക് ഒരു ബ്ലൂബെറി വെച്ച് അത് നമ്മൾ മഷ്റൂമിൻ്റെ നടുക്ക് വയ്ക്കും. അതിന് നമ്മൾ ഇതുപോലെ കാണുന്ന പോലെ ചോക്ലേറ്റ് ഒരു ചെറിയ ബ്രഷ് കൊണ്ട് വെച്ച് തേച്ച് അതുമേ കോക്കനട്ട് ഇട്ടിട്ട് ഇതുപോലെ എടുത്തു വെക്കും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഹാർഡാവും. അത് തന്നെ സാധനം. ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ കാണുന്നത് ഇതുപോലെ മഷ്റൂം കൊണ്ട് ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം മഷ്റൂം വെറുതെ കറി വെച്ച് കഴിക്കാനും വരട്ടി കഴിക്കാനും മാത്രം ഉള്ളതല്ല. അതുകൊണ്ട് പലവിധ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കറിയാം. അതുപോലെ സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇത് കൂടാതെ ഒത്തിരി വേറെ വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കുറച്ചൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മഷ്റൂം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡെസേർട്ട് റെഡിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധനം. ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുന്നതാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം.